ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ പാച്ചു കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാച്ചുവിൻ്റെ വക ഒരു ഇൻട്രോയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാച്ചു പറഞ്ഞതുപോലെ ഒരു ചിക്കൻ കറി വെക്കാൻ പോവാണ് കേട്ടോ. അല്ലേ പാച്ചു? അതെ, അപ്പോൾ നമ്മൾ ഇന്നൊരു ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. നമ്മുടെ പാച്ചുവിന് അപ്പത്തിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ രീതിയിൽ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പാച്ചു പറഞ്ഞതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഞെക്കി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നമുക്ക് ഇങ്ങനെയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കതിന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ മസാല കൂട്ടുന്നൊന്നും എടുത്തിട്ടില്ല. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ചിക്കൻ മസാല, സാദാ മസാല, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതൊന്ന് ചിക്കനിൽ പുരട്ടി വെക്കുകയാണ്. പുരട്ടി ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഒന്ന് പൊരിക്കാൻ വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ചിക്കൻ പൊരിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ മസാലക്കൂട്ടൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നിങ്ങൾക്ക് മസാലക്കൂട്ടൊക്കെ ഇടാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ. നമ്മുടെ ഈ ചിക്കൻ ഇവിടെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ട് പാച്ചു അവിടെ കിടന്ന് നല്ലൊരു ബഹളമായിരുന്നു. പാച്ചുവിന് ചിക്കൻ പൊരിക്കണം, പാച്ചുവിന് അപ്പം തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിത് എടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു റൗണ്ട് കൂടി ഇട്ടേക്കുവാണ് നമ്മൾ. ചിക്കൻ കറിക്കും പിന്നെ പൊരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളതിന് ചെറുതായിട്ട് മറിച്ചൊക്കെ വെക്കുകയാണ്. അപ്പോൾ ദേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മൊരിഞ്ഞ അത്രയും ചിക്കൻ നമ്മൾ മാറ്റി വെക്കുവാണ് കേട്ടോ. ഇത് എടുക്കുവാണ് നമ്മൾ അതിൽ നിന്ന്. അപ്പോൾ ഒന്ന് എണ്ണ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം എടുത്തിട്ട് നമ്മൾ അടുത്ത റൗണ്ട് ഒരു ചിക്കനും ഒരു കുറച്ചുകൂടി നമ്മൾ ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് മറിച്ചും കൂടി ഇടുന്നുണ്ട് അതിൻ്റെ ഇടക്ക്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. എനിക്ക് 2 ദിവസമായിട്ട് വയ്യാത്തത് കാരണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നേക്കുവാണ്. അപ്പം വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നത് ഉമ്മച്ചിയാണ്. ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. നമുക്കിനി പടത്തിലേക്ക് ചെന്നിട്ട് വേണം നമുക്ക് ഓരോരോ വീഡിയോസൊക്കെ ഇടാനായിട്ട്. അപ്പം ഞാൻ ഇപ്പം ചിക്കൻ ഇങ്ങനെ മറിച്ചുകൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി ചിക്കൻ നമ്മൾ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ചിക്കനാണ്. ഇതോടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കറിക്കുള്ള രീതിയിലേക്ക് മാറുവാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു കുക്കറിനകത്തേക്ക് കുറച്ച് സവാളയും പിന്നെ നമ്മളിപ്പോൾ പൊരിച്ച എണ്ണയുണ്ടല്ലോ, ആ പൊരിച്ച എണ്ണയും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവേ. അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ കൂടി നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി,
ഉള്ളി ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ പേസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചേക്കുന്ന ഇറച്ചികളില്ലേ, അതും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് ആ ഇറച്ചിയും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത് അടുപ്പത്തേക്ക് കുക്കറിനകത്തേക്കാക്കി വെക്കുവാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ അനിയൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവനെയാണ് ആ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 3-4 വിസിൽ കേൾക്കണം. അപ്പോൾ 3-5 വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും നമ്മുടെ ചിക്കൻ കറി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബൈ ബൈ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.